കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൗൺസിലിങ്ങിനെത്തിയ നിധിയെയും സുധീഷിനെയും മാഡം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാ. പ്ലീസ് മാം, ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇത് കടുത്ത തീരുമാനമാ, ഇതിൽ മാറ്റമില്ലെന്ന് നിധി തീർത്തു പറയുകയാ. എല്ലാം കേട്ടുകഴിഞ്ഞ് മാഡവും നിങ്ങൾ പോയിക്കോ, ഇനിയും 1-2 തവണ കാണേണ്ടി വരും, കോടതിന്ന് അറിയിക്കും എന്ന് പറയേ ഡിവോഴ്സിന് തടസ്സമൊന്നുമില്ലല്ലോ എന്ന് നിധിയും ചോദിക്കുക. കുട്ടി ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നതെങ്കിൽ തടസ്സമൊന്നുമില്ലെന്ന് മാഡവും. അത് കേൾക്കെ നിധിയും സുധീഷും അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാ. അവർ നടന്നു നീങ്ങുന്നതിനിടയിൽ നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനെങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴാ പ്രേമിച്ചത്? ഡിവോഴ്സ് വേണമെന്ന് മാത്രം പറഞ്ഞ പോരായിരുന്നു എന്ന്. ഇപ്പോൾ അതായോ കുറ്റം? ഞാൻ പിന്നെ എന്ത് പറയണമായിരുന്നു? അറേഞ്ച്ഡ് മാരേജാന്ന് പറയാൻ പറ്റോ? പിന്നെ വേറൊരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ കള്ള കല്യാണമാണെന്ന് പറയാൻ പറ്റോ? ആ സമയത്ത് കൂടെ നിന്ന പോലീസുകാരടക്കം എല്ലാവരും പ്രതികളാവും. എന്തിന്? മാനനഷ്ടത്തിന്. ആ ഓസ്ട്രേലിയൻ അംഗക്കാരും നമുക്കെതിരെ കേസ് വരെ കൊടുക്കൂലേ? തൻ്റെ അച്ഛനാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് പ്രേമവിവാഹമാണെന്ന് പറയുന്നതല്ലേ. ഒരിക്കലും പ്രേമിച്ചൊന്നു വെച്ച് ഡിവോഴ്സ് ഒന്നും കിട്ടാതിരിക്കില്ലല്ലോ എന്നവൻ പറയേ, അത് ശരിയാ, ഞാൻ അത്രയ്ക്ക് ആലോചിച്ചില്ലെന്ന് നിധിയും. അപ്പോ വിചാരിച്ച പോലല്ല, ചില സമയത്തൊക്കെ ബുദ്ധിയുണ്ട് എന്നവൾ ചിരിയോടെ പറയേ, നല്ല കാഞ്ഞ ബുദ്ധി ഉള്ളോണ്ടാ നീ ഇപ്പോ എന്റെ കൂടെയുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് നിധി പറയേ, കഴിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് അവളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. പിന്നീട് റെസ്റ്റോറൻറ്റിൽ നിധി ജ്യൂസും സുധീഷ് പപ്സും കഴിച്ചുകൊണ്ടിരിക്കുക. നിധി സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സുധീഷിന് ഒരു പാർട്ടി തരുന്നുണ്ടെന്ന്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഉഗ്രനൊരു ഡിന്നർ എന്നവൾ പറയേ, എന്തിന് എന്ന് സുധീഷും. ഞാനായിട്ട് നിങ്ങളെ ഈ പ്രശ്നത്തിൽ കുടുക്കിയതല്ലേ, കുറച്ചു നാളുകൂടി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് സുധീഷ് ഫ്രീ ആവും. അപ്പോൾ ഒരു ട്രീറ്റ് തന്ന് ഹാപ്പി ആക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ എന്നവൾ ചോദിക്കേ, സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്, ഇവളിത് എന്ത് സാധനമാണ്? എന്റെ ഫീലിങ്സ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവൾക്ക്. നിധി വീണ്ടും പറയുകയാ, ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്ത് വിഷമമെന്ന് സുധീഷും. നിങ്ങൾക്ക് വേറൊരു കല്യാണം ആലോചിക്കുമ്പോൾ സെക്കൻഡ് മാരേജ് ആണെന്ന് പറയും. അതാലോചിക്കുമ്പോൾ ഒരു സങ്കടം എന്നവൾ പറയേ, അത് സാരമില്ല മാഡം, ഞാൻ പെണ്ണാലോചിക്കുമ്പോൾ മാഡത്തെയും വിളിക്കാം. എന്നിട്ട് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമായിരുന്നു എന്നും ഞങ്ങൾ തമ്മിൽ അതല്ലാതെ വേറൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും ആ പെൺകുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് സുധീഷ് പറയേ. നിധിയും സന്തോഷത്തോടെ, അതൊക്കെ ഉഗ്രൻ ഐഡിയ, ഞാൻ ഉറപ്പായിട്ടും വരും, വന്ന് പറയുകയും ചെയ്യും, പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സഹികെട്ട് സുധീഷും, അരെ വാ, എന്റെ കാര്യത്തിൽ എന്തൊരു ഉത്കണ്ഠയോ മാഡത്തിന് എന്ന് പറയേ. പിന്നെ ഇല്ലാതിരിക്കൂ എന്ന് നിധിയും. ആദ്യ കെട്ട് തന്നെ ചവിട്ടി മെതിച്ചോണ്ടാ പോക്ക്, പിന്നെ ഇപ്പൊ അടുത്തത് എന്ന് മനസ്സിൽ പറഞ്ഞ് സുധീഷ് പപ്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി അവനെ ശ്രദ്ധിക്കുന്നത്. അതെ, ചുണ്ടിന്റെ സൈഡിലെ പപ്സ് ഇരിക്കുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷ് അത് തുടയ്ക്കുന്നുണ്ട്. അവിടെയില്ല, ഇപ്പുറത്ത് എന്ന് പറയാൻ അവൻ വീണ്ടും തുടയ്ക്കുന്നുണ്ടെങ്കിലും പോയില്ലെന്ന് പറഞ്ഞ് അവളൊരു ടിഷ്യൂ എടുത്ത് അതെല്ലാം തുടച്ചു കൊടുക്കുകയാ. അത് കണ്ട് സുധീഷിനും സന്തോഷമാവുകയാ. ഇപ്പൊ പോയി എന്ന് പറഞ്ഞവൾ വീണ്ടും ജ്യൂസ് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വീണ്ടും മനഃപൂർവ്വം തന്റെ മുഖത്ത് പപ്സ് വാരി തേക്കുന്നുണ്ട്. നിധി അത് ശ്രദ്ധിക്കേ, എന്തു പറ്റി, പപ്സ് ആയോ എന്ന് ചോദിച്ച് ഒരു ടിഷ്യൂ എടുത്ത് അവളുടെ നേരെ നീട്ടി, തുടച്ചോളൂ എന്ന് പറയുന്നുണ്ട്. കയ്യെത്തുന്ന സ്ഥലമല്ലേ, വേണമെങ്കിൽ തുടച്ചാൽ മതിയെന്ന് നിധിയും. അത് കേൾക്കെ സുധീഷും ചമ്മലോടെ, അതെ അതെ കയ്യെത്തുമല്ലോ എന്ന് പറഞ്ഞ് തനിയെ തുടയ്ക്കുകയാ. ഒത്തില്ല എന്നവൻ മനസ്സിൽ പറയുന്നുമുണ്ട്. എല്ലാം തുടച്ചു കഴിഞ്ഞ് അവൻ അവളോടായി ചോദിക്കുന്നുണ്ട്, അതെ, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ജോളിയായി ഭക്ഷണം കഴിക്കുന്ന കപ്പിൾസ് നമ്മൾ മാത്രമാവുമല്ലേ എന്ന്. കപ്പിളോ എന്നവൾ സംശയത്തോടെ ചോദിക്കേ, അല്ല, ഒരാണും പെണ്ണും അങ്ങനെ പറയാലോ എന്ന് സുധീഷും. അത് ശരിയാ, അതിനൊരു കാരണമുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് പോലും ഒരിക്കലും ഭാര്യയും ഭർത്താവുമായി പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിരിയുമ്പോ അങ്ങനെയൊരു വിഷമമോ ദേഷ്യമോ പകയോ നമുക്കില്ല. ഇന്ന് വരെയും ഫ്രണ്ട്സ്, ഇനി അങ്ങോട്ടും ഓൺലി ഫ്രണ്ട്സ്. അതാ ഇങ്ങനെ ഇരുന്ന് പപ്സ് കഴിക്കാൻ പറ്റുന്നത് എന്ന് നിധി പറയുന്നതുകൾക്ക് സുധീഷും നിരാശയോടെ കഴിച്ചുകൊണ്ടിരിക്കുക. നിധി വീണ്ടും പറയുക, ഇന്ന് അവിടെ ഡിവോഴ്സിന് വന്നവരൊക്കെ എത്ര സന്തോഷത്തിൽ വിവാഹം കഴിച്ചവരായിരിക്കും. ഇപ്പൊ പലരും ശത്രുക്കളെ പോലെ ആയി. എന്നാലും ഒരിക്കൽ ഉള്ളു തുറന്ന് സ്നേഹിച്ചവർ പിരിയാന്ന് പറയുന്നത് വലിയ കഷ്ടല്ലേ എന്നവൾ ചോദിക്കേ, ഏയ്, അത് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം. അതിലും കഷ്ടമല്ലേ നമുക്ക് ഇഷ്ടമുള്ളവര് ആ ഇഷ്ടം തിരിച്ചറിയാതെ പോകുന്നതായെന്ന് സുധീഷും. ആണോ ആവോ എന്ന് പറഞ്ഞ് നിധി വീണ്ടും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കെ സുധീഷ് കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിയിരിപ്പ. എന്താ നോക്കുന്നേ എന്നവൾ ചോദിക്കേ, ഇന്ന് കാണാൻ നല്ല വ്യത്യാസമുണ്ട് എന്ന് സുധീഷും. എന്ത് വ്യത്യാസം എന്നവൾ ചോദിക്കേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അയ്യോ, എന്നും ഭംഗിയുണ്ട്, പക്ഷെ ഇന്ന് കാണാൻ കുറച്ച് കൂടുതൽ പ്രത്യേക ഭംഗിയുണ്ട് എന്നവൻ പറയേ. ആണോ, താങ്ക്സ്. ചിലപ്പോ മനസ്സിന്ന് ഒരു വലിയ ടെൻഷൻ ഇറക്കി വെച്ചല്ലോ എന്നുള്ള സന്തോഷമായിരിക്കും എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷിന്റെ മുഖവും വാടുകയാ. ഇനി എത്ര തവണ ഈ കൗൺസിലിംഗ് ഉണ്ടാവുമോ ആവോ.
ഡിവോഴ്സ് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നത് അവരുടെ മോട്ടോ എന്ന് തോന്നുന്നു എന്നവൾ പറയെ, എന്നോട് ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോഴും അങ്ങനെയായിരുന്നു. കുറെ കേട്ടപ്പോ ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ച് ഇയാളുടെ കൂടെ അങ്ങ് ജീവിച്ചാലോ എന്ന് തോന്നി എന്നവൻ പറയെ, അയ്യടാ തമാശ ഒക്കെ ആണെങ്കിലും ആ വിചാരമൊന്നും വേണ്ട. നമ്മൾ രണ്ടാളും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാ, ഒരിക്കലും സെറ്റാവില്ല. അങ്ങനെയൊന്നും ആലോചിക്കാനേ പാടില്ല എന്ന് നിധി തീർത്തു പറയുകയാ. എന്ത് പറഞ്ഞാലും കൂടം കൊണ്ട് തലക്കടിക്കുന്ന പോലുള്ള മറുപടിയുണ്ട് കയ്യില്. കരുണയില്ലാത്ത ദുഷ്ട എന്ന് മനസ്സിൽ പറഞ്ഞ് സുധീഷ് ആലോചനയോടെ ഇരിക്കുന്നത് കണ്ട് എന്താ ആലോചിക്കുന്നതെന്ന് നിധിയും. അല്ല, കുടിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് അങ്ങ് പോയാലോ എന്ന് ആലോചിച്ചതായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ അവൾ പെട്ടെന്ന് കുടിച്ചു തീർത്ത് പോവാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാ. അവിടെ ഹരീഷ് തന്റെ വർക്ക്ഷോപ്പിൽ ടെൻഷനോടെ ജോലിയൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിപ്പാ. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്തുവിനോടായി ടിറ്റോ പറയുന്നുണ്ട്, എടാ ചന്തുവേ, നമ്മുടെ സാറ് കയ്യിന്ന് പോയെന്ന് തോന്നുന്നുവെന്ന്. എനിക്കും ആ സംശയം ഇല്ലാതില്ല എന്ന് ചന്തു വിളിച്ചു പറയേ. അന്ന് നമ്മൾ ചായ കുടിക്കാൻ പോയ നേരം ഇവിടെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ടിറ്റോയും. ആശാന്റെ പ്രേമത്തിന്റെ പ്ലഗ് അടിച്ചു പോയി എന്നാ തോന്നുന്നു കേട്ടോ. അതിനുശേഷം ഒരു ഉഷാറില്ല. വെറുതെ ഇരിക്കുന്ന ബൈക്കിന്റെ വാൽട്യൂബ് ഉരുവിടുക, പെട്രോൾ ടാങ്കിലേക്ക് ഓയിൽ ഒഴിക്കുക, ക്ലച്ച് ശരിയാക്കാൻ വരുന്ന വണ്ടിയുടെ ബ്രേക്ക് ഉരുവിടുക, ആളുടെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് ടിറ്റോ പറയുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും നിർത്തടാ എന്ന് ദേഷ്യത്തോടെ പറയേ, ഹരീഷ് ഏട്ടാ, ഇത്ര വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചൂടെ എന്ന് ചന്തു ചോദിക്കുക. എന്ത് വിഷമം? ആർക്ക് മെസ്സേജ് എന്ന് ഹരീഷ് ചോദിക്കെ, ഹരീഷ് ഏട്ടാ, മണ്ടന് വീണ്ടും പൊട്ടനാക്കല്ലേ. നിങ്ങളുടെ രീതികളും കാര്യങ്ങളും കണ്ടാ നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് മിസ്സായിട്ടായി വണ്ടി ഓടുന്നതെന്ന് ടിറ്റോയും പറയുകയാ. നമ്മൾ ഈ വണ്ടിയുടെ പ്ലഗ് അഴിച്ച് കരി കളഞ്ഞ് വീണ്ടും ഇടുമ്പോഴല്ലേ പോയി സ്പാർക്ക് വീണ്ടും വന്ന് എൻജിൻ ഓണാവുന്നത്. അതുപോലെ കാമുകി കാമുകമ്മ തമ്മിലുള്ള ഒരു സ്പാർക്ക് പ്ലഗ് ആണ് ഈ SMS എന്ന് ചന്തു പറയെ. ഒരു ഹായ് എന്ന് ടിറ്റോയും, ഒരു ലവ് യുടാ എന്ന് ചന്തു, ഒരു മിസ് യുടാ വിത്ത് ഹേർട്ട് ഇമോജി എന്ന് ടിറ്റോയും, പിന്നെ വേണമെങ്കിൽ ഒരു പിക്കപ്പ് ലൈനും കൂടി ആവാം. വണ്ടിക്കുണ്ട് ഗിയർ, എനിക്കുണ്ട് ഫയർ, നമുക്കില്ല ഫിയർ, അതെങ്ങനെയുണ്ട് എന്ന് ചന്തു ചോദിക്കെ ദേഷ്യത്തോടെ ഹരീഷ് അവനെ എന്തോ എടുത്ത് എറിയുകയാ. ടിറ്റോയും ഹരീഷിനോടായി, ഹരീഷ് ഏട്ടാ, ഇതുവരെ ഞങ്ങൾ തമാശ പറഞ്ഞതാ, പക്ഷേ ആ കുട്ടി ഉടക്കി പോയതിനു ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് ഉഷാറും പോയിട്ടുണ്ട്. ഒന്ന് തിരിച്ച് ചാർജ് ആവാൻ അവൾ ഇങ്ങ് വരുന്നത് നല്ലതാ. ആ മൊബൈൽ എടുത്ത് ഒരു മെസ്സേജ് അയക്കുന്നേ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഫോൺ എനിക്ക് ഇങ്ങ് താ, ഒരു പിക്കപ്പ് ലൈൻ ഞാൻ അയക്കാം. ഒരു ഡ്യൂക്ക് വരുന്നത് പോലെ അവൾ ഇങ്ങ് പറന്നു വരും എന്ന് ടിറ്റോ പറയേ. എങ്കിൽ നീ ഒരു ലൈൻ പറ എന്ന് ചന്തുവും. എനിക്കുണ്ട് ഡ്യൂക്ക്, ഞാൻ അതിൽ ജാക്ക്, നമുക്കാവാം ജോക്ക് എന്ന് ടിറ്റോ പറയുന്നത് കേൾക്കെ ഹരീഷിനും ചിരി വരികയാ. അത് കണ്ട് ടിറ്റോ ഉണ്ടാടാ ചിരിച്ച്. അപ്പോ ആ ബലം അങ്ങ് പോയി. ഇനി ആ ഫോണെടുത്ത് ഒരു കാച്ചങ്ങ് കാച്ച്. അപ്പോഴേക്കും ഞാനും ചന്തവും കൂടി ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ എന്നവൻ ചോദിക്കെ ഹരീഷ് അത് സമ്മതിക്കുകയാ. അവർ ചായ കുടിക്കാനായി പോകുമ്പോഴേക്കും മെസ്സേജ് അയക്കാനായി ഹരീഷും തന്റെ മൊബൈൽ എടുക്കുകയാ. അവിടെ തന്റെ വീട്ടിലെ റൂമിൽ നീതുവും ആകെ ടെൻഷനോടെ ഇരിപ്പാ. അവൾ തന്റെ മൊബൈൽ എടുത്ത് വാട്സപ്പ് നോക്കുമ്പോഴേക്കും ഓൺലൈനിലുണ്ടല്ലോ, പക്ഷെ മിണ്ടണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ച് അവനുമൊത്തുള്ള പ്രണയ നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുക. അപ്പോഴേക്കും ഹരീഷ് ഇവിടെ ടൈപ്പ് ചെയ്യാനായി തുടങ്ങിയിരുന്നു. അത് കണ്ട് നീതുവും എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവന്റെ മെസ്സേജിനായി കാത്തിരിക്കുന്നുണ്ടെങ്കിലും എന്താപ്പ ടൈപ്പ് ചെയ്യാ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഹരീഷ് തന്റെ ടൈപ്പിംഗ് നിർത്തുകയാ. അവൻ പെട്ടെന്ന് വാട്സപ്പ് ഒഴിവാക്കി പോകുമ്പോഴേക്കും നീതുവും നിരാശയോടെ ദേഷ്യത്തോടെ തന്റെ മൊബൈൽ കട്ടിലേക്ക് വലിച്ചെറിയുകയാ. അവിടെ സുധീഷ് ഒരു റെസ്റ്റോറന്റിൽ ഗോപി സാറിനെ വെയിറ്റ് ചെയ്തിരിപ്പാ. ഗോപി സാർ അങ്ങോട്ട് വരുമ്പോഴേക്കും അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി സാറിന് കഴിക്കാൻ ചായയും വടയും പറയട്ടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഈ നേരത്തോ? 6 പൊറോട്ടയും 2 ബീഫ് കറിയും, അതിൽ 3 പൊറോട്ടയും 1 ബീഫ് കറിയും പാഴ്സൽ. വൈഫിനാ എന്ന് ഗോപി സാർ പറയേ. കുട്ടികൾക്ക് വേണ്ടേ സാറേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവർ വീട്ടിലില്ല, ഭാഗ്യം എന്ന് ഗോപി സാർ പറയേ. ഭാഗ്യം ഭാഗ്യം എന്ന് സുധീഷും. എന്താടോ വീണ്ടും ഡിവോഴ്സ് പ്രശ്നം പൊന്തി വന്നോ എന്ന് സാർ ചോദിക്കേ. അയ്യോ, സാറിന് പെട്ടെന്ന് മനസ്സിലായല്ലോ എന്ന് സുധീഷും. അല്ലാതെ നീ എന്നെ കാണേണ്ട കാര്യമില്ലല്ലോ, ഇത്തവണ കുറച്ചുകൂടി കാര്യമായിട്ട് കാണേണ്ടി വരും. അല്ലാതെ പറ്റില്ല സുധീഷേ, ഇത് പോലീസുകാർക്ക് ഒരു റോളും ഇല്ലാത്ത കേസാ. ആ കുട്ടി വന്ന് SHOയുടെ അടുത്ത് ഒരു പരാതി കൊടുത്താൽ തീർന്നു, അറിയോ എന്ന് ഗോപി സാർ ഓർമ്മിപ്പിക്കേ. സാറേ, അങ്ങനെ ഒരു കാര്യം അവളുടെ അടുത്തുനിന്ന് സംഭവിക്കില്ല സാറേ, അത് ഞാൻ ഉറപ്പു തരാം സാറേ. ഇവിടുത്തെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എന്റെ ലൈസൻസ് പിടിച്ചു വെച്ചിരിക്കുക, അതുകൊണ്ട് പണിയില്ലാതെ ഇരിക്കുക. ഇത്തവണ കുറച്ചു നാളത്തേക്ക് സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് സുധീഷ് പറയെ. ലൈസൻസ് പിടിച്ചു വെക്കുകയോ? എന്തിന് എന്ന് ഗോപി സാറും. അത് SP-യുടെ മകനെ വണ്ടി ഇടിച്ചു, അതേപ്പറ്റി തർക്കമുണ്ടായപ്പോഴേ ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു, കേസായിപ്പോയി എന്ന് സുധീഷ് പറയേ. ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണോ താൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചേ? എന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന വാശിയിലാണോ താനെന്ന് ഗോപി സാർ ചോദിക്കുന്നുണ്ട്. സാറേ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് സാറല്ലാതെ വേറൊരാളില്ല. ഒന്ന് ജോലിക്ക് കയറിയാ സാറ് പറയണ എന്ത് വേണേലും ഞാൻ ചെയ്തു തരാം. ഒരൊറ്റ തവണ ഒരു ഫോൺ കോൾ പ്ലീസ് സാർ, പ്ലീസ് സാർ എന്ന് അവൻ അപേക്ഷിക്കെ. പൊറോട്ട വരട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന് സാറും. അവിടെ വീട്ടിൽ ഹാളിലിരുന്ന് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക നികേഷ്. അപ്പോഴാണ് ജോലി കഴിഞ്ഞ് സുഭാഷ് അങ്ങോട്ട് വരുന്നത്. എടാ സുധീഷ് എവിടെയെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ. അറിയില്ല എന്ന് നികേഷും. നിധിയോ
എന്ന് സുഭാഷ് ചോദിക്കെ ഏട്ടത്തി മുറിയിലുണ്ട് എന്ന് നികേഷ് പറയേ നിധി എന്തെങ്കിലും പറഞ്ഞോ എന്ന് സുഭാഷും. ഇല്ലെന്ന് നികേഷ് പറയേ കോടതിയിൽ പോയി വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ എന്ന് സുഭാഷ് ഏട്ടനും. ഇല്ലെന്ന് നികേഷ് പറയേ മോളെ നിധി എന്ന് സുഭാഷ് ഏട്ടൻ നീട്ടി വിളിക്കുക. താ വരുന്നൊന്ന് നീട്ടി വിളിച്ചു പറഞ്ഞ് സുഭാഷ് ഏട്ടന്ന് വിളിച്ച് നിധി അങ്ങോട്ടെത്തുകയാ. എപ്പോഴാ വന്നേ മോളെ, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇല്ല, ഒരു പ്രശ്നവുമില്ലാന്ന് നിധിയും. അപ്പോ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു അല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ചെയ്തു എന്ന് നിധിയും. എത്ര നാളെടുക്കും എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അത്ര പെട്ടെന്നൊന്നും ആവില്ല അല്ലേ ഇടത്തി എന്ന് നികേഷും. മിനിമം 6 മാസം എന്ന് നിധി പറയേ. ഓ 6 മാസം എടുക്കുമല്ലേ എന്ന് സുഭാഷ് ഏട്ടനും. അതെ, കോടതിയുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ സുഭാഷ് ഏട്ടാ. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, രണ്ടുപേരും ചേർന്നുള്ള കൗൺസിലിംഗ്, അങ്ങനെ കുറെ ഉണ്ട് എന്ന് നിധി പറയേ. കൗൺസിലിംഗ് എന്ന് വെച്ചാ എന്ന് സുഭാഷ് ഏട്ടനും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാ ഒരാൾ നമ്മളോട് സംസാരിക്കും, എന്താ പ്രശ്നം, എന്തിനാ ഡിവോഴ്സ് എന്നൊക്കെ ചോദിച്ച്. എന്നവൾ പറയുന്നത് കേൾക്കെ. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് സുഭാഷ് ഏട്ടനും. അതെ സുഭാഷ് ഏട്ടാ, കല്യാണം മാത്രമേ പെട്ടെന്ന് നടത്താൻ പറ്റൂ. ഒരിക്കലാ കുരുക്കിൽ കുടുങ്ങിപ്പോയ ഊരിപ്പോരാൻ കുറെ സമയമെടുക്കും. കൗൺസിലർ എന്നോടും സുധീഷിനോടും തനിയെ സംസാരിച്ചു, വേറൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തിരിച്ചയച്ചു എന്നവൾ പറയേ. അപ്പോൾ ഇനിയും പോണോ എന്ന് സുഭാഷ് ഏട്ടനും. വേണം, രണ്ടുപേരെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ താല്പര്യമുണ്ടോ എന്നൊന്നും ചോദിക്കില്ല. പിരിയാൻ തീരുമാനിച്ചു ചെന്ന 1000 ചോദ്യങ്ങളോ എന്ന് നിധിയും. ഏട്ടത്തി സുധീഷേട്ടൻ അത് ഓക്കെയാണോ എന്ന് നികേഷ് ചോദിക്കേ. നീ എന്താടാ അങ്ങനെ ചോദിച്ചെന്ന് നിധിയും. വെറുതെ ചോദിച്ചതാ, സുധീഷേട്ടൻ ഓക്കെ ആയിരുന്നു അല്ലേ എന്ന് നികേഷ് ചോദിക്കേ. അതെ ഓക്കെ ആയിരുന്നു എന്ന് നിധിയും. കോടതിന്ന് ഇങ്ങോട്ട് വന്നു കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് നികേഷും. ഞങ്ങൾ പിരിയുമ്പോൾ സുധീഷ് ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ടെന്ന് നിധിയും ആശ്വസിപ്പിക്കുകയാ. അവിടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഗോപി സാറും സുധീഷും പുറത്തിറങ്ങാൻ തുടങ്ങിയിരുന്നു. കാശെല്ലാം കൊടുത്തല്ലോ അല്ലേ എന്ന് ഗോപി സാർ ചോദിക്കേ. ഉവ്, പാഴ്സലിന്റെ വരെ കൊടുത്തു എന്ന് സുധീഷും. ഗോപി സാറും തന്റെ മൊബൈൽ എടുത്തുകൊണ്ട് ദേ ഇത്തവണ കൂടി ഞാൻ ആ കുട്ടിയെ വിളിക്കാം, പിന്നെ പറഞ്ഞേക്കരുത് എന്ന് പറയേ സന്തോഷത്തോടും സുധീഷ് അത് സമ്മതിക്കുക. സാർ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും സാറേ ഫോൺ ഒന്ന് സ്പീക്കറിലിടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്താ എന്നെ വിശ്വാസമില്ലേ എന്ന് സാർ ചോദിക്കേ. അയ്യോ അതുകൊണ്ടല്ല, എന്നാലും എന്ന് സുധീഷ് പറയേ. ഗോപി സാർ സ്പീക്കറിലിട്ട് അവള് വിളിക്കാൻ തുടങ്ങുകയാ. സുഭാഷ് ഏട്ടനും നികേഷുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്ന നിധിയുടെ മൊബൈലിലേക്ക് ഗോപി സാറിന്റെ കോൾ വരികയാ. അവൾ കോൾ എടുക്കുമ്പോഴേക്കും ഞാൻ ഗോപി സാറാ എന്ന് ഗോപി സാർ പറയുന്ന കേൾക്കേ. സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞവൾ അതുമായി പിന്നെ പുറത്തേക്ക് പോവുകയാ. പറയണം സാർ എന്നവൾ പറയേ. ഒരു കാര്യം കേട്ടല്ലോ, ശരിയാണോ എന്ന് ഗോപി സാറും. എന്താ സാർ എന്നവൾ സംശയത്തോടെ ചോദിക്കേ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വക കാര്യത്തിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടെന്ന്. ഇതിപ്പോ വക്കീലിനെ കാണുക മാത്രമല്ല, കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അല്ല കുട്ടി എന്താ വിചാരിക്കുന്നേ, ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കുട്ടിക്കളിയാണെന്നോ എന്ന് സാർ ചോദിക്കുന്നതുകൾക്ക് സംശയത്തോടെ ഇതൊക്കെ സാറിനോടാരാ പറഞ്ഞത് എന്ന് നിധിയും. അതുകൾക്ക് ഞാനല്ല പ്ലീസ് എന്ന് സുധീഷ് പതിയെ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് ഗോപി സാറും എന്താ പറഞ്ഞേ എന്ന് ചോദിക്കേ. അല്ല സാറിനോട് ഇതൊക്കെ ആരാ കൃത്യമായിട്ട് പറഞ്ഞേന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷും ഗോപി സാറിന്റെ മൊബൈൽ പൊത്തിപ്പിടിച്ച് സാറേ ആരാണെന്നുള്ളതിലല്ല, അത് ചെയ്യാൻ പാടില്ല എന്നതിലാണ് കാര്യമെന്ന് പറ എന്ന് പറയേ. ഗോപി സാറും ആര് പറഞ്ഞു എന്നതിലല്ല പ്രശ്നം, കുട്ടി എന്തിനാണ് അത് ചെയ്തത് അതാദ്യം പറ എന്ന് ഗോപി സാറും. സാർ ഇതങ്ങോട്ട് ശരിയാവുന്നില്ല എന്നവൾ പറയേ. ശരിയാവുന്നില്ലെന്ന് വെച്ചാ ആർക്ക് ശരിയാവുന്നില്ലെന്ന് എന്ന് ഗോപി സാർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അത് ശരിയാവില്ല സാർ, അതുകൊണ്ടാ 2 പേരും കൂടി ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് നിധിയും. അതെങ്ങനെ ശരിയാവും, സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചിട്ട് 6 മാസം പോലും ഒരുമിച്ച് ജീവിച്ചില്ല, അപ്പോഴേക്കും ഡിവോഴ്സോ, അതെങ്ങനെ ശരിയാവുന്നേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കല്യാണം നടത്തിയത്, ആ എഫേർട്ടിനൊന്നും ഒരു വിലയുമില്ലേ എന്ന് സാർ ചോദിച്ചു നിർത്തുമ്പോഴേക്കും. സാറേ ഡിവോഴ്സിന്റെ കാര്യം അവളുടെ വീട്ടിൽ അറിയാമോ എന്ന് ചോദിക്കേ എന്ന് സുധീഷ് രഹസ്യമായി പറയുന്നുണ്ട്. അത് സമ്മതിച്ച് ഗോപി സാറും പിന്നെ കുട്ടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യം കുട്ടിയുടെ വീട്ടിൽ അറിയാമോ എന്ന് ചോദിക്കേ. ഇല്ല സാർ അറിയില്ല എന്ന് നിധിയും. എന്താ കുട്ടി ഇത്, കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമോ വീട്ടിൽ പറഞ്ഞില്ല, ഡിവോഴ്സ് ആവുന്ന കാര്യവും പറഞ്ഞില്ല, ഇതൊക്കെ കുട്ടിയുടെ വീട്ടിലറിഞ്ഞ എന്താവുമെന്ന് കുട്ടിയൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കെല്ലാം ഇതൊരു തമാശയാണോ എന്ന് ഗോപി സാർ ചോദിക്കുന്നുണ്ട്. ഇത്തിരി വരട്ടിക്കോ എന്ന് സുധീഷ് പറയേ. എന്ത് വരട്ടാൻ, ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുമെന്ന് പറയണോ, ഒന്നും മിണ്ടാതിരിയടാ എന്നവനോടായി പറഞ്ഞ് നിധിയോടായി. ഇതേ ഒരു കാര്യം ചെയ്യ്, മര്യാദയ്ക്ക് കോർട്ടിൽ നിന്ന് ഡിവോഴ്സിനുള്ള അപേക്ഷ പിൻവലിക്ക് തേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി എന്താ നിങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിക്കും എന്ന് സാർ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ സാർ എന്ന് വിളിക്കുന്നുണ്ട് നിധിയും. അല്ലാതെ കുട്ടി എന്താ വിചാരിച്ചേ, പോലീസ് എന്ന് പറഞ്ഞാൽ കല്യാണം നടത്താൻ മാത്രം ഇരിക്കുന്ന ആളല്ലല്ലോ. നിങ്ങൾ നല്ല രീതിയിലാണോ കഴിയുന്നതെന്ന് ഞങ്ങൾ അന്വേഷിക്കും, അത് ഞങ്ങളുടെ കടമയാ, മനസ്സിലായോ? ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴി കണ്ടെത്ത്, അല്ലാതെ ഡിവോഴ്സ് കോട്ടെ എന്നുള്ള പരിപാടിയൊന്നും വേണ്ട, മനസ്സിലായോ? 2 പേരും കൂടി സംസാരിച്ച് ശരിയാക്കിയിട്ട് എന്നെ വിളിക്കണം, കേട്ടല്ലോ? ഇനിയും ഡിവോഴ്സ് എന്ന് പറഞ്ഞ് പോവാനാണ് പരിപാടിയെങ്കിൽ
ഞാനിങ്ങനെ വിളിക്കാൻ നിൽക്കില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് താക്കീതോടെ പറഞ്ഞ് ഗോപി സാർ കോൾ കട്ട് ചെയ്യുക. സാറ് കോൾ വെക്കുമ്പോഴേക്കും സുധീഷും സാറേ സൂപ്പർ സാറേ, സാർ കലക്കി എന്ന് അഭിനന്ദിക്കേ. നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തി സുഖിപ്പിക്കല്ലേ, പറഞ്ഞ കാശ് പറഞ്ഞ തീയതിക്കുള്ളിൽ എത്തിച്ചോണം, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി പറയാനും ഗോപി പോലീസിന് പറ്റും. പറഞ്ഞത് മനസ്സിലായോടാ എന്ന് ചോദിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ പാർസൽ പിടിച്ചു വാങ്ങി ഗോപി സാർ അവിടുന്ന് പോവുകയാ. അവിടെ നിധിയും സംശയത്തോടെ ഇവരോട് ഇതൊക്കെ ആര് പറയുന്നു, ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഇടപെടുന്നത് എന്തിനാണ് എന്നൊക്കെ സംശയത്തോടെ ആലോചിച്ച് നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസായി അവളെ 12 മണിക്ക് വിളിച്ചുണർത്തി കേക്ക് കട്ട് ചെയ്ത് ആഘോഷമാക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.